കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ അവരുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. അവർ അവിടെ വാഴും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും. അവരുടെ എണ്ണം കുറയുകയില്ല. ബാറൂക്ക് 2:34. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന അവിടുന്ന് നിന്നെ ആദരിക്കും. ദുഷ്ടരുടെ നാശം നീ കാണും. സങ്കീർത്തനം 37:34. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടു വളർത്തും. ജെറമ്യാ 32:41. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. പുറപ്പാട് 23:20. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. സങ്കീർത്തനം 121:8. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മുദ്ര വെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക. ജെറമ്യാ 32:14. കർത്താവിൻ്റെ വചനം. ഈ കേട്ട വചനങ്ങളാൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ കരം എല്ലാവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ. നമുക്ക് കഷ്ടതകളൊക്കെ വന്നാലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. രോഗങ്ങളോ ദുരിതങ്ങളോ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ കൂടുതൽ അവിടുത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 3-4 ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിൽക്കുവാനുള്ള കൃപ കർത്താവ് നൽകി. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മകൾക്കും, എല്ലാ ദുഃഖങ്ങൾക്കും, സന്തോഷങ്ങൾക്കും, നന്മകൾക്കും എല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി ഇരിക്കാം. ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെല്ലാം മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം കർത്താവ് ദൂതനെ അയച്ച് നിങ്ങളെല്ലാം ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ വഴികളിൽ നമ്മളെ കാക്കുവാനായി കർത്താവ് അയക്കുന്ന ഒരു ദൂതൻ നമ്മളുടെ കൂടെ നടക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ ദൂതൻ നമ്മളെ സംരക്ഷിക്കും. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും നമ്മളെ സമർത്ഥമായി നമുക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളെല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കും. അനുഗ്രഹം കൊണ്ട് നമ്മളെ മൂടട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്താൽ നമ്മളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊടുക്കണമേ. അവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എല്ലാവരെയും മൂടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്ന കർത്താവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. അവരുടേതായ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യക്കരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരുന്ന് കർത്താവെ അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ കുറയാത്തതുണ്ട് കർത്താവെ. ഞങ്ങളുടെ കരങ്ങളിൽ കുറയുന്നു, അങ്ങയുടെ കരങ്ങളിൽ ഒരിക്കലും കുറയുകയില്ല. ആ കുറയാത്ത നന്മകൾ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.